does it make you dance when you're drunk with your friends at a party? What's your favorite song? Does it make you smile? Do you think of me? When you close your eyes, tell me what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweet heart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. Do you miss the road that you grew up on? Did you get your middle name from your grandma? When you think about you forever now, do you think of me? When you close your eyes, tell me what are you dreaming? Everything I wanna know it all. I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. I'm gonna love you. Oh, want the good and the bad, everything in between. Oh, that'll cure my curiosity. Oh yeah, I'd spend 10,000 hours and 10,000 more. Oh, if that's what it takes to learn that sweetheart of yours. And I might never get there, but I'm gonna try. If it's 10,000 hours or the rest of my life, I'm gonna love you. I'm gonna love you. Yeah. And I'm gonna love you. I'm gonna love you. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയെ നയിക്കുക. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ ഭവനത്തെ അങ്ങയുടെ ആദ്യമായി സ്വീകരിക്കണമേ. നസ്രത്തിലെ തിരുകുടുംബം പോലെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? നിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? കറ കൂടാതെ ജീവിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നു, ഹൃദയത്തിൽ സത്യം നാവുകൊണ്ട് വഞ്ചിക്കാത്തവനും സഹോദരനോട് തിന്മ ചെയ്യാത്തവനും അയൽക്കാരനെതിരായ പ്രേരണയ്ക്ക് വഴങ്ങാത്തവനും ദുഷ്ടനോട് കൂട്ടുചേരാത്തവനും ദൈവഭക്തനെ മാനിക്കുന്നവനും സത്യപ്രതിജ്ഞ ലംഘിക്കാത്തവനും അന്യായ പലിശ വാങ്ങാത്തവനും നിർദോഷിക്കെതിരായി കൈകൂലി വാങ്ങാത്തവനും അങ്ങനെ ജീവിക്കുന്നവൻ നീതിമാനാകുന്നു. അവൻ ഒരിക്കലും ഇളകുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. മനുഷ്യനേഹനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും എന്നരുൾ ചെയ്ത് അനാദിയിൽ നിന്നും കൈപിടിച്ചുയർത്തി ജീവിത സഖിയായി നൽകി ആദ്യ വിവാഹം ആശീർവദിച്ച കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ജിസ്മോനും ജോസ്നയും സ്ഥാപിച്ച ജീവിതാന്തസ്ഥത്തിലേക്ക് പ്രവേശിക്കുവാൻ ദേവാലയത്തിലേക്ക് പോകുന്ന അവസരത്തിൽ വളരെയധികം ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത വിവാഹം എന്ന ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ആദത്തിനെയും ഹവ്വായെയും അബ്രാഹത്തിന് സാറായെയും ഇസഹാക്കിനെ റബേക്കയും ജീവിത സഖിയായി നൽകി അനുഗ്രഹിച്ച ദൈവമേ,
ഇന്ന് ജീവിതാന്തത്തിൽ പ്രവേശിക്കാൻ പോകുന്ന ഇവർ നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമാകുന്ന, തുണയും ഉറപ്പുമാകുന്ന പങ്കാളികളായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിച്ച യേശുവേ, ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ജോസ്നെയും ജിസ്മോനെയും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ തൃക്കരം നീട്ടി ഈ മക്കളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ തലവനായ മാറീസേ പിതാവേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയമേ, വിശുദ്ധ അഗസ്റ്റീനോസേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമായി തീരുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യനായ സർവേശ്വരായി എന്നേക്കും ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്നതിനുള്ള 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവുകളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പെന്നും അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതിനുശേഷം തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കബർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഏദൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർതെന്നൽ.
എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴിലുകളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈന്യമുടകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ഈശോ
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലും എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം ഉണർന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴെ വരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുകൊള്ളൂ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ജോസ്ന, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയ്ക്ക് ഏറെ ഇഷ്ടമുള്ള വാത്സല്യമുള്ള പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് നമുക്കറിയാം. കാരണം നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ജിസും ജോസ്നയും ഇന്ന് ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്കുള്ള വിളിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പര സമ്മതത്തോടുകൂടെ ദൈവനാമത്തിൽ ഇന്ന് ഒന്നായി തീരാനായിട്ട് പോകുന്നതിൻ്റെ സന്തോഷം നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ സന്തോഷ ദിവസത്തിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ജിസിനും ജോസനയ്ക്കും ഒത്തിരി സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ വിവാഹ ദിവസങ്ങളിലൊക്കെ വായിച്ചു കേൾക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് കാനായിലെ കല്യാണ വിരുന്ന്. ഈ കാനായിലെ കല്യാണ വിരുന്ന് എന്തുകൊണ്ടാണ് വിവാഹ ദിവസം എല്ലാ വിവാഹത്തിലും നമ്മൾ വായിച്ചു കേൾക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് ഏറ്റവും ഉചിതമാണ് എന്ന് തോന്നുകയാണ്. അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റ് വചനഭാഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ വിവാഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വചനങ്ങളൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ വേറെ ഇല്ലാത്തത് കൊണ്ടാണോ നമ്മൾ ഈ കാനായിലെ കല്യാണ വിരുന്ന് വായിച്ചു കേൾക്കുന്നത് എന്നതിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയമുണ്ടാകും. ആ സംശയത്തിനുള്ള ഉത്തരമാണ് ഈ വചനവിചിന്തനത്തിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെട്ടത് AD 90 കാലഘട്ടങ്ങളിലാണ്. ഈ കാലഘട്ടത്തിൽ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ യോഹന്നാൻ ഏറ്റവും ആദ്യം തൻ്റെ സുവിശേഷത്തിൽ എഴുതി വെച്ച ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഈ കാനായിലെ കല്യാണത്തിന്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കാം, യോഹന്നാന്റെ 1-ാമത്തെ അധ്യായം പിന്നീട് എപ്പോഴാണ് എഴുതപ്പെട്ടത്? യോഹന്നാന്റെ 1-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ ഭാഗം, അതായത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിൻ്റെതായിരുന്നു, വചനം ദൈവമായിരുന്നു തുടങ്ങിയ ആദ്യത്തെ വചനഭാഗം എന്ന് പറയുന്നത് ഈ AD 90 മുൻപ് തന്നെ, അല്ലെങ്കിൽ യഹൂദരുടെ ഇടയിൽ പണ്ട് തൊട്ട് തന്നെ നിലനിന്നിരുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് അവരെപ്പോഴും ഉരുവിട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു പ്രാർത്ഥന ശകലമായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്, അല്ലെങ്കിൽ അതിന് ചരിത്രപരമായിട്ടുള്ള തെളിവുകളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യോഹന്നാന്റെ 1-ാമത്തെ അധ്യായം പിന്നീട് യോഹന്നാന്റെ സുവിശേഷത്തോടുകൂടെ രേഖപ്പെടുത്തി അല്ലെങ്കിൽ ചേർത്ത് വെച്ച ഭാഗമാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനവുമായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ നിങ്ങൾ പങ്കുചേരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വിവാഹത്തിൽ മുദ്രിതരായപ്പെടാനായിട്ട് പോകുമ്പോൾ
ദൈവം നിങ്ങൾക്ക് ദാനമായി തരുന്ന മക്കളെ നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ട് വരണമെന്നാണ് സഭയ്ക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം ദാനമായിട്ട് തരുന്ന മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വിവാഹ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ചില കുറവുകളൊക്കെ സംഭവിക്കാം, അത് സ്വാഭാവികമാണ്. പക്ഷേ മറ്റേ പങ്കാളി ഈ കുറവുള്ള വ്യക്തിയുടെ കുറവിനെ തൻ്റെ കഴിവുകൾ കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ സ്നേഹം കൊണ്ട് സംരക്ഷിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതമാകുന്ന അല്ലെങ്കിൽ ജീവിതമാകുന്ന ഈ ഒരു സംരംഭത്തെ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ നല്ല ചിന്തകളൊക്കെ മനസ്സിൽ വെച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ ഒന്നായി തീരണം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദിയിൽ പുരുഷന് ജീവിത സംഖ്യ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ഉദാസീനതയോടുകൂടി പരിഗണന ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. മിശിഹായുടെ ദൈവവും തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സും പൂർണ്ണമായ സമ്മതത്തോടുകൂടി ജോസ്ന എന്ന് വിളിക്കപ്പെടുന്ന അൽഫോൻസയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ജോസ്ന എന്ന് വിളിക്കപ്പെടുന്ന അൽഫോൻസ മിശിഹായുടെ ദൈവവും തിരുസഭയുടെ നടപടിയനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജിസ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രാഹത്തിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സാക്ഷികളാണ് നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വളരെയേറെ ചേർത്തിരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ശ്രമിക്കുന്നു. നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുവാനാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും ഈ വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി അങ്ങ് ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുവാനാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളും സന്തോഷത്തോടെ സഹിക്കുവാൻ, നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാൻ ഇതിൽ മുദ്രിതമായിരിക്കുന്ന പുരുഷൻ ഇവർക്ക് ശക്തി നൽകട്ടെ. ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, ഇത് പ്രതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ അങ്ങ് ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രങ്ങളോടെ അങ്ങ് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ പരിമാറി അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊണ്ടുവന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമൃദ്ധമാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സുരക്ഷിതമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങൾ ചൊല്ലട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, വിശ്വാസസ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. Oh
മുല്ല
പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ താവണിക്കുടമോ ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ താവണിക്കുടമോ മഴവില്ലിൻ തിടമോ മദനപ്പൂവരമ്പോ തമ്പുരു ഞരമ്പോ കണ്ണിൽ താമര കുറുമ്പോ ഒരു കുടത്തണലിൽ ഒതുങ്ങുന്നതാരോ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മുത്തുപോലെ തത്ത പോലെ മിന്നൽ പോലെ തെന്നൽ പോലെ ഉദയത്തിൻ മുഖമോ എൻ ഉയിരിന്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ ഉദയത്തിൻ മുഖമോ എൻ ഉയിരിന്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ തിരതല്ലും കടലോ തിരിയിട്ട വിളക്കോ തിലകത്തിൻ മുഴുക്കോ നിറം തിങ്കളിൻ വെളുപ്പോ മറന്നിട്ട മനസ്സിൽ മയങ്ങുന്നതാരോ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിഞ്ഞ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്ന അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ
മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മിടാതെ എൻ ജീവനേ അകമേ. ഇന്ന് ഏപ്രിൽ 15 നമ്മൾ ഓരോരുത്തരും നാളുകളായി കാത്തിരുന്ന ദിവസം. അതിലേറെ നമ്മുടെ ജിസ്സേട്ടായും ജോസ്ന ചേച്ചിയും ദിവസങ്ങൾ എണ്ണി കാത്തിരുന്ന സുന്ദര ദിനം. നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ജിസ് ജോസ്ന പുലിക്കിരുമ്പ ദേവാലയത്തിൽ വെച്ച് വിവാഹം എന്ന കൂതാശ വഴി ഒന്നായി തീർന്ന് പുതിയൊരു കുടുംബജീവിതം ആരംഭിക്കുകയാണ്. നാം ഏവരും ഇന്നിവിടെ ആയിരിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഇന്നത്തെ ദിനത്തിന്റെ താരങ്ങൾ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജിസ് ജോസ്ന. അവർ നമ്മളോടൊപ്പം അവരുടെ സന്തോഷം പങ്കിടുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥികൾ സ്നേഹം നിറഞ്ഞ ജിസ്സേട്ടായി ജോസ്ന ചേച്ചി. ഇരുവരെയും നിറഞ്ഞ കൈയടികളോടെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. ചേച്ചി, ഇന്നിവിടെ ആയിരിക്കുന്നവരുടെയും നിങ്ങളുടെ ഈ സുന്ദര ദിനത്തിൽ ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് വരാൻ കഴിയാതെ പോയ എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് സന്തോഷകരമായ കുടുംബജീവിതം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളെ സർവശക്തൻ സഫലമാക്കട്ടെ. അടുത്തതായി ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നത് ചേട്ടായുടെ പ്രിയ മാതാപിതാക്കളെയാണ്. മിസ്റ്റർ ജോയി ആലപ്പുഴയ്ക്കൽ, മിസ് ജോളി ജോസഫ്, അതുപോലെ ചേട്ടായുടെ ജിൽമി. ഇവർ 3 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ ചേച്ചിയുടെ പപ്പ മിസ്റ്റർ ജോസഫ് കാഞ്ഞിരത്തിങ്കൽ, മമ്മി എലിക്കുട്ടി കാഞ്ഞിരത്തിങ്കൽ, സഹോദരങ്ങൾ ലീന ആൻഡ് ലജി എന്നിവരെ സ്നേഹപൂർവ്വം ഇനിയുള്ള ചടങ്ങുകൾക്ക് ഇവരോടൊപ്പമായിരിക്കുവാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ദീപം തെളിയിക്കൽ കർമ്മമാണ്. ഇരു കുടുംബങ്ങളും തിരി തെളിയിച്ചുകൊണ്ട് ഇവർ തെളിച്ച ദീപത്തിന്റെ പ്രകാശത്തിന് കൂടുതൽ ശോഭയേകുവാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മധുരം വെക്കൽ ചടങ്ങാണ് അടുത്തത്. ജിസേട്ടായിക്കും ജോസ്ന ചേച്ചിക്കും മധുരം വെക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ യുവമിഥുനങ്ങൾ ജിതേഷ്, സിന്ധു എന്നിവരാണ്. ഇവർ ഏപ്രിൽ 8-ാം തീയതി വിവാഹബന്ധ കൂതാശയിലൂടെ ഒന്നായവരാണ്. ജിതേഷ്, സിന്ധു ദമ്പതികളെ മധുരം വെപ്പിനായി ക്ഷണിക്കുന്നതോടൊപ്പം അവർക്ക് നിറഞ്ഞ കയ്യടികളോടെ നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കാം. ലൈലാഗമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ
ശിലാതലം മഴ പോൽ പുണർന്നു നിൻ ഓരോ മൗനങ്ങളും പകലിൻ വരാന്തയിൽ വെയിലായി അലഞ്ഞിതാ തമ്മിൽ ചേരുന്നു നാം തലോടു മിന്നലകൾ കുളിരോർമ തൻ വിരലാൽ തുടരുന്നു സഹയാത്രയിൽ പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം കണ്ണെത്താ ദൂരത്തെ കൺചെമ്മും ദീപങ്ങൾ നാം കണ്ട സ്വപ്നങ്ങൾ പോ ലൈലാഗമേ പൂച്ചൂടുമോ വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ ചെല്ലമണിച്ചിരിയിലെ ചിത്രവർണ്ണ ചിലമ്പിലെ മുത്തുകൊരുത്തെടുക്കാൻ കൂടെ വാ ഉള്ളം തുള്ളി തുളുമ്പുമി കള്ളക്കണ്ണൻ ഒരു തന്റെ കണ്ണു പൊത്തി കളിക്കാൻ കൂടെ വാ കണ്ണാടി ചില്ലത്ത പെണ്ണാളല്ലേ മുന്നാഴി മുല്ലപ്പൂ മുട്ടാണല്ലേ സംബോധമായി അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇന്നൊരു പുതിയ കുടുംബം കൂടി ഈ ഇടവകയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകം അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശ്വനാഥ, അതോടൊപ്പം തന്നെ ഒരു പുതിയ കുടുംബം കൂടി നമ്മൾ ബന്ധത്തിൽ ചേർന്നിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈശോയെ അതിനെല്ലാം പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ഈ നല്ല ദിവസത്തിന് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ക്രമീകരിച്ചു തന്നു. അവരുടെ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈശോയെ
രാവിലെ കാലാവസ്ഥയൊക്കെ മോശമാണെങ്കിൽ അവിടുന്ന് അതെല്ലാം ക്ലിയറായി അവിടുന്ന് ക്രമീകരിച്ച് അവിടുന്ന് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി അവിടുന്ന് നടത്തി തന്നു ഈശോയെ. അവിടുത്തെ യാത്രയിൽ എല്ലാവരെയും കാത്തുപരിപാലിച്ചു. ഇവർക്ക് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ വേണ്ടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ നിമിഷം ഞങ്ങൾ അങ്ങയുടെ തിരുക്കങ്ങൾ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ സംരക്ഷണം വീണ്ടും മുന്നോട്ടും ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരുടെ കുടുംബജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകട്ടെ. കാണാക്കിനാവിൻ കണിയാകുമോ നീ കാണുന്നിലാവിൽ മായാതെ മാഞ്ഞോ മായാക്കിനാവിൽ മഴയാകുമോ നീ മായാതെ മഴവില്ലിൻ കുടയായി മാറോ ആത്മാവിലെ ആനന്ദമേ ആരാരുമറിയാതെ കാക്കുന്നു ഞാൻ ആളുന്നൊരി തീനാളമായി അലയുന്നൊരരിവേനൽ പ്രണയാർദ്രവേ നീ എൻ നെഞ്ചിൻ പൊൻവാനിൽ മിന്നുന്നൊരഴകാർന്നൊരലിവിൻ്റെ ഉയിരാകുമോ നീ കനിവായി തെളിയുന്നൊരാകാശ ചെരുവിൽ ഞാൻ അലയുന്നൊരലയായി